നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ടുന്നത് എബ്രാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11, 12 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 9-12. ആ ഭാഗത്ത് നമ്മളിപ്രകാരം മനസ്സിലാക്കി, എബ്രായ വിശ്വാസികളുടെ ഒരു വലിയ പ്രശ്നം, കർത്താവായ യേശു ദൈവത്തിൻ്റെ ദാസന് എബ്രായർക്ക് മൂന്നാമത്തെ മുന്നറിയിപ്പ് കൊടുക്കുന്നതായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ മുന്നറിയിപ്പ് കൊടുക്കുവാൻ ഇടയായിട്ടത്, എന്തായിരുന്നു അവരുടെ പ്രശ്നം? നമ്മൾ മനസ്സിലാക്കി, അവർ ടോട്ടലി ദൈവത്തിൽ നിന്ന് അകന്നു പോയവരല്ല. എന്നാൽ പിന്നീട് എന്തായിരുന്നു അവരുടെ മന്ദത, അവരുടെ സ്ലോത്ത്ഫുൾനെസ്, അതാണ് പ്രധാനമായിട്ട് കാരണമായി തീർന്നത്. ഇന്ന് രാത്രി ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ തുടങ്ങുവാനായിട്ട് ഞാൻ പോകുകയാണ്. അവരുടേതായിരിക്കുന്ന മന്ദീഭവിച്ച അവസ്ഥ, എബ്രായ വിശ്വാസികളുടെ മന്ദീഭവിച്ച അവസ്ഥയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസൻ കണ്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ആരായിരിക്കണം? ഉത്സാഹമുള്ളവരായിരിക്കണം, നിങ്ങളുടെ മന്ദതകൾ പരിപൂർണമായി മാറ്റണം. എന്നിട്ട് ദൈവം അവസാനമായിട്ട് കൊടുക്കുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരട്ടെ. 6-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 16 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി ആരെങ്കിലും ഒരാൾ വായിച്ചാട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 13-16. നമ്മൾ കഴിഞ്ഞ ദിവസം എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ 16 മുതൽ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദ ഷുവറിറ്റി ഓഫ് ഗാഡ്സ് പ്രോമിസ്. നോട്ട് ചെയ്താട്ട്, ദ ഷുവറിറ്റി ഓഫ് ഗാഡ്സ് പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പ്. ദ ഷുവറിറ്റി ഓഫ് ഗാഡ്സ് പ്രോമിസ്. നമ്മൾ ആ ഭാഗത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ കാണുന്ന ഫസ്റ്റ് ഭാഗം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പിനെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ ഒരു ദൃഷ്ടാന്തം, ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് ലേഖനകർത്താവ് തുടങ്ങുന്നത്. അത് മറ്റാരെയുമല്ല, അബ്രഹാമിനെ നോക്കിക്കൊണ്ട്. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചു എന്നുള്ളത് ഒരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസനെ തുടങ്ങിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എബ്രായ വിശ്വാസികളുടെ മന്ദീഭവിച്ച അവസ്ഥയായതുകൊണ്ട് താഴെ പറയുന്നു, അവർ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുവാൻ അബ്രഹാമിന് സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് എബ്രായ വിശ്വാസികളുടെ അടുത്ത പ്രശ്നം? അവരുടെ സ്ലോത്ത്ഫുൾനെസ് അവരെ എങ്ങോട്ട് നടത്തുവാനായിട്ടിടയായിത്തീർന്നു. അവരുടെ സ്ലോത്ത്ഫുൾനെസ് വാഗ്ദത്തം നിറവേറ്റുന്നതിലേക്ക് നടത്തുവാൻ ഇടയാക്കാതിരുന്നു. They were not able to receive the promise from God. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്ക് ലഭിച്ചു എന്നുള്ള സത്യമാണെങ്കിലും വാഗ്ദത്തത്തിന് നിവർത്തീകരണം, ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോമിസ്, വാഗ്ദത്തത്തിന് നിവർത്തീകരണം അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിച്ചില്ല. അവർ നിവർത്തീകരിക്കപ്പെടുവാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവർ ഏറ്റെടുത്തവരാണ്, എങ്കിലും വാഗ്ദത്തങ്ങൾ അവർക്ക് നിറവേറ്റപ്പെടുവാനായിട്ട് സാധിച്ചില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നമ്മൾ മുമ്പേ കാണുകയുണ്ടായി. മന്ദതയാണ്, സ്ലോത്ത്ഫുൾനെസ് ആണ് അതിൻ്റെ കാരണമെങ്കിൽ എന്തുകൊണ്ട് സ്ലോത്ത്ഫുൾനെസ് വന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ വെളിപ്പെടുത്തിയാണ്. ശ്രദ്ധയോടെ നിങ്ങളായിരിക്കണം. എന്തുകൊണ്ടാണ് മന്ദത കടന്നു വന്നത് എന്നുള്ളത് ഈ ഭാഗം വെളിപ്പെടുത്തുന്നു. അതിനാധാരമായിട്ട് 15-ാമത്തെ വാക്യം വീട്ടിൽ ഒരിക്കൽ കൂടെ വായിച്ചാണ്. വേഴ്സ് 15, 15-ാമത്തെ വാക്യം. ആ ഭാഗം പറയുന്നു, അങ്ങനെ അവൻ ദീർഘക്ഷമയോടുകൂടെ ഇരുന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, താൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അബ്രഹാം എന്നുള്ളതായിരിക്കുന്ന വിശ്വാസികളുടെ പിതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് എങ്ങനെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, എങ്ങനെ വാഗ്ദത്തം നിറവേറ്റി എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അബ്രഹാം എന്തുകൊണ്ട് വാഗ്ദത്തം പ്രാപിച്ചു, എന്താണ് അബ്രഹാമിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചത്, നമ്മൾ ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു വരുന്നതായിരിക്കും. അവിടെ പറയുന്നു, അങ്ങനെ അവൻ എന്ത് ചെയ്തു? ദീർഘക്ഷമയോടുകൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ കാരണമായിരുന്നത് ദീർഘക്ഷമ, പേഷ്യൻസി. അപ്പോൾ പേഷ്യൻ്റ് ആണ് വളരെ ആവശ്യമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എബ്രായ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ മന്ദതയുള്ളവരാകരുത് എന്ന് പറഞ്ഞപ്പോൾ, ഉത്സാഹമുള്ളവരായിരിക്കാൻ പറഞ്ഞപ്പോൾ, അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുന്നു, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദീർഘക്ഷമയോടുകൂടെ അബ്രഹാം കാത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, എബ്രായ വിശ്വാസികളുടെ ജീവിതത്തിൽ വാഗ്ദത്തം ലഭിച്ചുവെങ്കിലും ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിനുള്ള കാത്തിരിപ്പ് അവരുടെ ജീവിതത്തിൽ ഇല്ല
ഇല്ലാതെ വരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തുവെങ്കിൽ തന്നെയും അല്പ ദിവസങ്ങൾ അവർ വാഗ്ദത്തത്തിന് നിവർത്തീകരണത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ച് കാത്തിരുന്നുവെങ്കിലും വാഗ്ദത്തത്തിന് നിവർത്തീകരണം കാണാതെ വന്നപ്പോൾ അവരെന്തായിത്തീർന്നു? മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് അവർ കടന്നു പോകുകയാണ്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ലൂക്ക് ചാപ്റ്റർ 17, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം, അവിടെ മനോഹരമായിരിക്കുന്ന ഒരു ഉപമ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 17-ാം അധ്യായം ചാപ്റ്റർ 18 18-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, വേഴ്സ് നമ്പർ 1. കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറയുവാനിടയായിത്തീർന്നു. എന്താ വിഷയം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നത്? താഴെ പറയുന്നു, ഒരു വിധവയായിരിക്കുന്ന സ്ത്രീ ന്യായാധിപൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. അവൾ ആ ന്യായാധിപനോട് പറഞ്ഞു, എനിക്ക് നീ ന്യായം പാലിച്ചു തരണം. എന്നാൽ ഈ ന്യായാധിപൻ ഇവളെ നെഗ്ലക്റ്റ് ചെയ്തു. ഒന്നല്ല, രണ്ടല്ല, പലവട്ടം നെഗ്ലക്റ്റ് ചെയ്തു. എന്നാൽ ഈ സ്ത്രീ കൂടെ ബുദ്ധിമുട്ടിച്ച നിമിത്തമായി കൂടെ ന്യായാധിപൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് എനിക്കെൻ്റെ ന്യായം ലഭിച്ചു കിട്ടണമെന്ന് കൂടെ ആവർത്തിച്ചത് മുഖാന്തരമായിട്ട് ഈ ന്യായാധിപൻ അവസാനമായിട്ട് ഇവൾക്ക് ന്യായം പാലിച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇവൾക്ക് കിട്ടേണ്ട വാഗ്ദത്തത്തിന് നിവർത്തീകരണം അവൾ പ്രാപിച്ചു. എങ്ങനെയാണ് അവൾ പ്രാപിച്ചത്? കൂടെ മുട്ടിച്ചത് നിമിത്തമായിട്ട്, കൂടെ ചോദിച്ചത് നിമിത്തമായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്നതിനകത്ത് ഒരു പ്രാവശ്യം ചോദിച്ചു, അന്ന് കിട്ടിയില്ല എങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ച് കിട്ടിയില്ലെങ്കിലും 10 പ്രാവശ്യം ചോദിച്ച് കിട്ടിയില്ല എങ്കിലും ഈ സ്ത്രീക്ക് യാതൊരു മടുപ്പുമില്ലായിരുന്നു. അവൾ കൂടെ ചോദിക്കുവാനായിട്ട് തുടങ്ങി. അവൾക്കറിയാം, എൻ്റെ വിഷയത്തിന്മേൽ ഉത്തരം അയക്കുവാൻ കഴിവുള്ള ഒരുവൻ്റെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവന് മാത്രമേ എനിക്ക് ഉത്തരം തരുവാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റെങ്ങും അവൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കാതെ അതേ വ്യക്തിയുടെ അടുക്കിലേക്ക് തനിക്ക് ഉത്തരം കിട്ടുവോളം ചോദിക്കുവാനായിട്ട് കാരണമായി തീർന്നു. കൂടെ മുട്ടിക്ക കൊണ്ട് എന്ത് സംഭവിച്ചു? അവൾക്ക് ഉത്തരം ലഭിക്കുവാനായിട്ട് കാരണമായി. എന്നിട്ട് അവസാനമായിട്ട് കർത്താവായ യേശു വെളിപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. വായിച്ചോട്ടെ, 8-ാമത്തെ വാക്യം, 18-8. ദീർഘക്ഷമയുള്ളവൻ ആയാലും, ശ്രദ്ധിക്കണേ വേർഡ്, അവനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ശ്രദ്ധിക്കുക, ദൈവം നമ്മളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആരായാൽ തന്നെ, ദീർഘക്ഷമയുള്ളവനായാലും, അവൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും, അല്പകാലം കാത്തിരിക്കേണ്ടി വന്നാലും. എന്നിട്ട് താഴത്തെ വാക്യം, ആ വേർഡ് അവസാനിപ്പിക്കുന്ന പ്രാരംഭം. എന്നാൽ മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് കടന്നു വരുമ്പോൾ ദൈവമക്കളുടെ ഉള്ളിൽ വിശ്വാസം കാണുവാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിൽ നിന്ന് അവർക്ക് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. വിശ്വാസത്തിൽ നിന്ന് മാറ്റം വരുവാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പ്രാർത്ഥിച്ചിട്ടും ദൈവം തന്ന വാഗ്ദത്തത്തിന് നിവർത്തീകരണം കാണുന്നില്ല. പലവട്ടം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പലവട്ടം നമ്മൾ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ദൈവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉത്തരം തരുവാൻ കഴിവുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടെ ഞാൻ മുട്ടിക്കുന്നെങ്കിൽ തന്നെയും എനിക്ക് ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് ഒരു ചോദ്യം കടന്നു വരികയാണ്, എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം? ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി? മറ്റുള്ളവർ പ്രാർത്ഥിക്കാത്തവർ പലരും അനുഗ്രഹിക്കപ്പെട്ടു. ഇത്രയും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ദൈവത്തിന് വേണ്ടി ഞാൻ വേർപെട്ടിരുന്നു, ഇതൊക്കെ ഞാൻ ചെയ്തുവെങ്കിലും എനിക്ക് എന്ത് ഗുണമുണ്ടായി? ഈ ഒരു ചോദ്യം ദൈവമക്കളെ എങ്ങോട്ട് മാറ്റുകയാണോ? മടുപ്പിൻ്റെ അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുന്നവനാണ്. എന്നാൽ ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതിന് ഒരു ടൈം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ആ പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിലാണ് നിലവിളിയുടെ അനുഭവം കടന്നു ചെല്ലേണ്ടത്. ഈ നിലവിളിയുടെ അനുഭവം കടന്നു ചെന്നിട്ടും പ്രോപ്പറായിട്ട് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വിശ്വാസം തളർത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അതോടുകൂടെ നമ്മൾ ഒരു അവിശ്വാസത്തിന്, അഥവാ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചില്ല, പിന്നെ വൈ ഷുഡ് ഐ പ്രേ എന്നുള്ള ചിന്ത കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ സ്ലോത്ത്ഫുൾനെസ്സിലേക്ക് നടന്നു പോകുകയാണ്. കാരണം നിരാശയാണ് നമ്മളെ മടുപ്പിലേക്ക്
കടത്തിവിടുന്നത്. നമ്മുടെ നിരാശയുടെ അനുഭവം ഇത്രയും കാലം പ്രാച്ചിട്ടും ഉത്തരം ലഭിച്ചില്ല എന്നുള്ള അവസ്ഥ നമ്മളെ മടിപ്പിൻ്റെ അവസ്ഥയിലേക്ക് ഇതേ കാര്യമാണ് എബ്രായ വിശ്വാസികൾക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. ദൈവം അവർക്ക് എന്ത് വാഗ്ദത്തം കൊടുത്തെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ദൈവമക്കൾ കൊടുത്ത വാഗ്ദത്തം നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ, ദൈവത്തോട് കാലാകാലങ്ങളായി ചോദിച്ച് അത് നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ വിഷയവുമായുള്ള ബന്ധത്തിൽ മടിപ്പിലേക്ക് കടന്നു പോകുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മോട് എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഒരൊറ്റ വാഗ്ദത്തം പോലും ദൈവം നിറവേറ്റാതിരിക്കത്തില്ല. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം വാഗ്ദത്തം നിറവേറ്റുന്നു. എന്നാൽ ഒരു കാര്യം ആവശ്യമാണ്. അബ്രഹാം എന്നുള്ള വ്യക്തി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നപ്പോൾ അബ്രഹാമിന് ഒരു കാത്തിരിപ്പ് ആവശ്യമായിരുന്നു. ചില വർഷങ്ങൾ, ചില നാളുകൾ. നിങ്ങൾക്കറിയാം, 75 വയസ്സിലാണ് അബ്രഹാമിനെ വിളിച്ചതെങ്കിലും നീണ്ട 25 വർഷക്കാലം മരുഭൂ പ്രയാണം കഴിഞ്ഞാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ച വാഗ്ദത്തത്തിന് നിവർത്തീകരണം അബ്രഹാം അനുഭവിക്കുവാൻ ഇടയായി. ശ്രദ്ധിക്കുക, 25 വർഷക്കാലത്തിലെ ജീവിതം കൊണ്ടാണ് ദൈവം നിവർത്തിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ഇതിന് പിന്നിൽ ബലഹീന നിമിഷങ്ങൾ ധാരാളം കടന്നു വന്നിട്ടുണ്ട്. സ്വന്തം ചിന്തകൾക്കനുസരണമായിട്ട് കടന്നുപോയ സമയങ്ങളുണ്ട്. മറ്റുള്ളവരുടെ പ്രേരണകൾക്കനുസരണമായിട്ട് കടന്നുപോയ സമയങ്ങളുണ്ട്. ഇതൊക്കെയും തൻ്റെ ജീവിതത്തിൽ വീഴ്ചകളോ അല്ലെങ്കിൽ മെച്ചമോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളായി. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നീണ്ട 25 വർഷക്കാലം അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, അഥവാ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി അബ്രഹാം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം, ദൈവമക്കൾക്ക് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. വായിച്ചോട്ടെ, ഹീബ്രൂസ് ചാപ്റ്റർ 6, എബ്രായ ലേഖനം 6-ാം അധ്യായം 14 വാക്യം, വേഴ്സ് 14. അവിടെ ദൈവം കൊടുക്കുന്ന അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെക്കുറിച്ച്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എവിടെയാണ് ഈ അനുഗ്രഹം ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവിടെയാണ് ദൈവം അബ്രഹാമിന് ഈ അനുഗ്രഹം കൊടുക്കുന്നത്. ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് നമ്പർ 15 to 18. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിളിച്ചു വേർതിരിക്കപ്പെട്ട അവസ്ഥയേക്കാൾ ദൈവം അബ്രഹാമുമായിട്ടുള്ള ബന്ധത്തിൽ അവസാന നിമിഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിങ്ങൾക്കറിയാം, വിളിക്കപ്പെട്ടതും അനുഗ്രഹം കൊടുത്തതുമായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ വേർഡ്, അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒറ്റ അനുഗ്രഹത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ചുവെങ്കിലും ആ ഒരു അനുഗ്രഹത്തിലല്ല ദൈവം അബ്രഹാമിനെ നിർത്തിയത്. പടിപടിയായിട്ട് ദൈവം അബ്രഹാമിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ നോക്കിയാട്ട് നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന 7 ബ്ലെസ്സിങ്സ്, 7 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ദൈവം കൊടുക്കുന്നത്. പെട്ടെന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഈ ജനസിസ് ചാപ്റ്റർ 12 ഉൽപ്പത്തി 12-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നാട്ട്, പെട്ടെന്ന് ബൈബിളിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്താട്ട് 7 അനുഗ്രഹങ്ങളാണ് ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നാമും അനുഗ്രഹിക്കപ്പെടണം. എന്താ ദൈവം കൊടുത്ത അനുഗ്രഹം? ഒന്നാമത്തെ അനുഗ്രഹം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഞാനത് പറഞ്ഞുകൊള്ളാം, നിങ്ങളത് അണ്ടർലൈൻ ചെയ്യുക. ഒന്ന്, നമ്മൾ കാണുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം, നിന്നെ അനുഗ്രഹിക്കും. യു വിൽ ബി ബ്ലെസ്ഡ്. ഐ വിൽ ബ്ലെസ് യു. മൂന്നാമത്തെ അനുഗ്രഹം, നിന്റെ പേർ വലുതാക്കും. യുവർ നെയിം വിൽ ബിക്കം ഗ്രേറ്റ്. നാലാമത്തെ അനുഗ്രഹം, നീ ഒരനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്സ്. 5,
നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. Those who bless you will be blessed. നെക്സ്റ്റ്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അവസാനം 7th one, നിന്നിൽ നിൽഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഏഴുവിധ അനുഗ്രഹങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം കൊടുത്തത്. ഈ വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിന് ലഭിച്ച 12-ാം അധ്യായത്തിൽ ലഭിച്ച വാഗ്ദത്തങ്ങളിൽ അബ്രഹാം നിലനിൽക്കുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. അബ്രഹാമിൻ്റെ വാഗ്ദത്തം ഒരു പ്രോഗ്രസീവായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ് ഒരു പ്രോഗ്രസീവായി. എന്ത് പ്രോഗ്രസീവായിരുന്നു എന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വായിച്ചോട്ട്, ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സ് 14. നിങ്ങൾ നോക്കണം, 12-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് നീ പോക. ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്ന ഒരു ദേശം, നീ ആ ദേശത്തേക്ക് പോകുക. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ തലപൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്ക്, നിന്റെ കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് നേരത്തെ കൊടുത്ത വാഗ്ദത്തം അതല്ല. നേരത്തെ കൊടുത്ത വാഗ്ദത്തം ഞാൻ നിനക്കിത് തരുമെന്ന് ദൈവം കൽപ്പിച്ചുവെങ്കിലും ആ വാഗ്ദത്തത്തിൻ്റെ ഒന്നുകൂടെ ഒരു പ്രോഗ്രസീവ് ലെവലിലേക്ക് ദൈവം അബ്രഹാമിനെ ഇവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത്, നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നീ നോക്ക്, നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. നെക്സ്റ്റ് 15-ാം അധ്യായം 18 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട് നോക്ക്. വീണ്ടും ആ പ്രോമിസ് മുൻപോട്ട് പോകുക. ഇപ്പം എന്താ പറയുന്നത്? ഞാൻ നിന്റെ സന്തതിക്ക് ഞാൻ ആ ദേശം തരും. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം പറഞ്ഞത് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് നീ പോകാം. രണ്ടാമത് വന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഉള്ളംകാൽ ചവിടുന്ന സ്ഥലമൊക്കെ ഞാൻ നിനക്ക് അവകാശമായി തരും. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ സന്തതിക്കും ഞാൻ എന്ത് ചെയ്യും? ഇത് അവകാശമായി കൊടുക്കും. നെക്സ്റ്റ് 17-ാം അധ്യായം 8-ാമത്തെ വാക്യം നോക്ക്. ശാശ്വത അവകാശമായി, ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ നോക്കണം, നമ്മൾ അബ്രഹാമിൻ്റെ ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത്, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. എന്നാൽ അല്പം മുൻപോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, കുഞ്ഞെ, നിന്റെ ഉള്ളംകാൽ ചവിടുന്ന സ്ഥലം, നീ കിടക്കുന്ന ഈ ഭൂമി ഞാൻ നിനക്ക് അവകാശമായി തരും. ഒരല്പം കൂടെ കഴിഞ്ഞപ്പോൾ ദൈവം പറയുക, നിന്റെ സന്തതിക്ക് ഞാനിത് അവകാശമായി തരും. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിനക്കത് ഇറ്റേണലി ഒരു ശാശ്വത അവകാശമായി. നിങ്ങൾ മനസ്സിലാക്കിയോ? ഒരു പ്രോഗ്രസീവായിരിക്കുന്ന ബ്ലെസ്സിങ്സ് ദൈവമക്കൾ മനസ്സിലാക്കിയോണം. മറ്റേ സൈഡ് മക്കളെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും ഇതേ അനുഗ്രഹമാണ് കാണുവാൻ സാധിക്കുന്നത്. ദൈവം കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് ഒരു പ്രോഗ്രസീവ് ബ്ലെസ്സിങ്സ് ആയിരിക്കും. ശ്രദ്ധിക്കുക ഈ വേർഡ്. ദൈവം തൻ്റെ മക്കളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തൻ്റെ മക്കളെ വേർതിരിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിരിക്കും. ഒരു ലെവലിൽ ഒറ്റ വാക്യം കൽപ്പിച്ചിട്ട് അവിടെ കൊണ്ട് തളച്ച് നിർത്തുന്ന ഒരു ദൈവമല്ല എൻ്റെയും നിങ്ങളുടെ ദൈവം. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ദൈവം നമ്മളെ അധികമായി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ ഡീപ്പ് സെൻസിലേക്ക്, അനുഗ്രഹത്തിൻ്റെ ഡീപ്പർ സെൻസിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഇപ്പോൾ ഈ അനുഗ്രഹം കാണുന്നത്. ഇപ്പോൾ ഈ അനുഗ്രഹം അതിൻ്റെ റിയലായിരിക്കുന്ന അവസ്ഥയിൽ അത് കാണുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ അനുഗ്രഹത്തിലേക്ക് കടന്നു പോകണമായിരുന്നുവെങ്കിൽ അബ്രഹാമിന് എന്ത് ചെയ്യണമായിരുന്നു? ഒരു ഈസി വാക്ക് ആയിരുന്നില്ല അബ്രഹാം നടത്തിയിരുന്നത്. പിന്നെയോ ചില പ്രയാസങ്ങളും ചില പ്രതികൂലങ്ങളും ഉണ്ടാകുന്നു. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹം ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതം തന്നെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്ന വേർഡ്
നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ബ്ലെസ്സിങ്സ് ആയിരിക്കും. എന്നാൽ ആ പ്രോഗ്രസീവ് ബ്ലെസ്സിങ്സിന് ഇല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, അബ്രഹാമിന് ഇത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഐശ്വര്യമായി എന്ന് പറഞ്ഞാൽ ധാരാളമായി ഞാൻ അനുഗ്രഹിക്കും. വിത്തൗട്ട് എ ലിമിറ്റ്, യാതൊരു ലിമിറ്റേഷനും കൂടാതെ, യാതൊരു അതിരും കൂടാതെ, യാതൊരു അളവും കൂടാതെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, വിളിച്ചത് എവിടുന്നാ കൊണ്ട് അവസാനിപ്പിക്കുന്നത് എവിടുന്നാ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, വിളിച്ച ദൈവം അനുഗ്രഹത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹത്തിൽ നടത്തുന്നവനാണോ എൻ്റെ ദൈവം എന്നുള്ളത് മനസ്സിലാക്കണം. എന്താ ദൈവം അവിടെ പറയുന്നു? അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, സമർത്ഥമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ ഈ അനുഗ്രഹം അനുഭവിക്കണമായിരുന്നുവെങ്കിൽ അബ്രഹാമിന് എന്ത് വേണമായിരുന്നു? നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ അനുഗ്രഹം അബ്രഹാം അനുഭവിച്ചതിൻ്റെ ഒരു കാരണമുണ്ടായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. എന്ത് വിടണം? നീ നിന്റെ പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും വിടണം. ഒന്നാമത്തെ അനുഗ്രഹം തുടങ്ങുന്നത് ഒരു സെപ്പറേഷനോടുകൂടിയാണ്, ഒരു വേർപാടോടുകൂടിയാണ്. ദൈവമക്കളെ മനസ്സിലാക്കേണ്ടത്, ഏത് അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ പ്രോഗ്രസീവായി തീരണമെങ്കിൽ ഓരോ അനുഗ്രഹത്തിന് മുൻപിലും ഒരു സെപ്പറേഷൻ, ഒരു വേർപാട് നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ഏത് അനുഗ്രഹത്തിൻ്റെയും മുൻപിൽ, ഇപ്പം അബ്രഹാമിനെ വിളിച്ച് നോക്ക്. അബ്രഹാമിനോട് ഇപ്പോൾ ചോദ്യം, അബ്രഹാമേ, നിന്നോട് ദൈവം ഇങ്ങനെ കൽപ്പിച്ചുവല്ലോ, നിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിനക്ക് എന്ത് പറയുവാൻ സാധിക്കും? അബ്രഹാമിന് പറയാം, എന്നെ ദൈവം പടിപടിയായിട്ട് അനുഗ്രഹിച്ച് ഇന്ന് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഐശ്വര്യമായി അനുഗ്രഹിച്ച. എന്നാൽ ഈ ഐശ്വര്യമായിരിക്കുന്ന അനുഗ്രഹം ഞാൻ പ്രാപിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പല സ്റ്റെപ്പിൽ കൂടെ, പല സ്റ്റേജസിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ഞാൻ പറഞ്ഞ വേർഡ്, പല സ്റ്റേജസിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അബ്രഹാമേ, എന്തായിരുന്നു എന്നിട്ട് ഒന്നാമത്തെ സ്റ്റേജ്? ഈ വാഗ്ദത്തം ലഭിക്കുവാൻ ഒന്നാമത് ആവശ്യമായത് എന്തായിരുന്നു? ഒന്നാമത്തെ ആവശ്യം, നീ നിന്റെ പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും വിടണം. അപ്പോൾ ഒന്നാമതായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദ ഫസ്റ്റ് ബ്ലെസ്സിങ്സ് അബ്രഹാം പ്രാപിക്കുവാനുള്ള കാരണം സ്വന്തം പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും ദൈവത്തിന് വേണ്ടി വിടുവാൻ മനസ്സ് വെച്ചതാ. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നും കെട്ടിപ്പിടിച്ച് കിടക്കുവാനാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് വേണ്ടത് ഒരു വ്യക്തമായിരിക്കുന്ന ദൈവത്തോടുള്ള അടുപ്പം ആകുന്നുവെങ്കിൽ, ദൈവത്തോടൊന്ന് അടുത്തു ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ലെവലിലേക്ക് അടുക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാപിക്കുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഏത് അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും ഇതിനകത്തെല്ലാം ചില കണ്ടീഷൻസ് കാണുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കണ്ടീഷനുണ്ടോ? ഉണ്ട്. ദൈവം രക്ഷിക്കുന്നതിന് യാതൊരു കണ്ടീഷനുമില്ല. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. യേശു കർത്താവെന്ന ഹൃദയം കൊണ്ട് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിക്കണമെങ്കിൽ അനുഗ്രഹത്തിന് മുൻപായിട്ട് പടിയായിട്ട് ഞാൻ പലതും വിട്ടുമാറേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹത്തിലേക്ക് അബ്രഹാം കടക്കുമ്പോൾ അബ്രഹാം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? സ്വന്തം ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും അബ്രഹാമിന് വിടേണ്ടതായിട്ട് വന്നു. വിടണമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞെന്നല്ല അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ നാളുകൾ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അപ്പനെയും അമ്മയെയും സ്വന്തം സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കാൽവെപ്പ് വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോയെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ഹൃദയത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം എന്താ? തീരുമാനം എൻ്റെ സ്വന്തം പ്രതിഭവനമല്ല, സ്വന്തം ചാർച്ചക്കാരല്ല, എൻ്റെ ജീവിതത്തിൽ വലിയത് ദൈവമാണ്. അവിടെയാണ് ഒന്നാമത്തെ അനുഗ്രഹം കടന്നു വരുന്നത്. അവിടെയാണ് ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നതുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതാണ് ഫസ്റ്റ് ബ്ലെസ്സിങ്സ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? സ്വന്തം ചാർച്ചക്കാരെ പ്രതിഭവനത്തെ വിടണമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാം അതേ അളവിൽ നിന്നിരുന്നുവെങ്കിൽ ഒരു അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇതിൽ മാത്രം ഒതുങ്ങി നിന്നേനെ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. അബ്രഹാമിൻ്റെ അടുത്ത ലെവലിലേക്ക് അനുഗ്രഹത്തിലേക്ക് കടക്കേണ്ടി വന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? വായിച്ചോട്ട്, ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സ് 8 and 9. ഉൽപ്പത്തി 13-ാം അധ്യായം 8-9 വാക്യം.
നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിന് ആദ്യമായിട്ട് തൻ്റെ സ്വന്തം പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ടു. ഇതോടുകൂടെ ഇറങ്ങിത്തിരിച്ചു. ആരുണ്ടായിരുന്നു കൂടെ? തൻ്റെ സഹോദരൻ്റെ പുത്രനായിരിക്കുന്ന ലോത്ത് തന്നോടുകൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 75 വയസ്സ് കഴിഞ്ഞതായിരിക്കും മനുഷ്യൻ. ഒരു കുഞ്ഞുകാല് പോലും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് ഒരു സ്വന്തം മകൻ എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന ലോത്തുമായിട്ട് എത്ര അധികമായിട്ട് പേഴ്സണലി ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേകമായിരിക്കുന്ന സന്ദർഭം കടന്നു വന്നപ്പോൾ ഈ ലോത്തിനെ വേർപെടുത്തേണ്ട ഒരു സമയത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ അപ്പനെയും തൻ്റെ പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും സ്നേഹിച്ചിരുന്ന സ്നേഹത്തെക്കാൾ അതിലുപരിയായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന തൻ്റെ സഹോദരൻ്റെ പൗത്രനായിരിക്കുന്ന ലോത്തിനെ വിട്ടുമാറേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം അബ്രഹാം ചെന്ന് ലോത്തിനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. എന്താ അതിന് കാരണമായി തീർന്നത്? നിങ്ങൾ മനസ്സിലാക്കി, ഇറ്റ്സ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. ലോത്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുവെന്ന് പറയുന്നത് വേദനാജനകമായിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ആ വേദനാജനകമായിരിക്കുന്ന അനുഭവം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ അബ്രഹാം മനസ്സ് വെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ കാണുന്ന ഈ സ്ഥലം, നീ ചവിട്ടുന്ന ഈ സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി തരും. മനസ്സിലാക്കണം, ആദ്യത്തെ വേർപാടോടുകൂടെ നിന്നിരുന്നുവെങ്കിൽ അബ്രഹാം അവിടെ തന്നെ നിൽക്കത്തുള്ളായിരുന്നു. അടുത്ത ബ്ലെസ്സിങ്സ് അബ്രഹാം കാണത്തില്ല. എന്നാൽ രണ്ടാമത്തെ ലെവലിലേക്ക് അബ്രഹാം കടന്നു വരേണ്ട സ്ഥാനത്ത് രണ്ടാമത്തെ തൻ്റെ ലോത്തിനെ വിട്ടുമാറ്റപ്പെടേണ്ട അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ലോത്തിനെ വിട്ടുമാറുവാൻ ഇടയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് ദൈവം സ്നേഹിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സ്നേഹമായിട്ടുള്ളത്, അതിനെ ഒന്നൊന്നായിട്ടാണ് ദൈവം വിട്ടുകളയുവാനായിട്ട് ദൈവം കൽപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടത് സ്വർണമോ പണമോ മറ്റൊന്നുമല്ല. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹൃദയത്തോട് ഏത് ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നുവോ അതിനെ വിട്ടുകളയുവാൻ ദൈവം 100% കൽപ്പിക്കും. എന്തുകൊണ്ടാണ് ദൈവം കൽപ്പിക്കുന്നത് അറിയാമോ? ഇവിടെയാണ് ഒന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ ദൈവത്തെയാണോ ഈ തന്ന അനുഗ്രഹത്തെയാണോ സ്നേഹിക്കുന്ന അറിയുവാൻ. അപ്പോൾ രണ്ടാമത്തെ ലെവൽ ഓഫ് ബ്ലെസ്സിങ്സിലേക്ക് അബ്രഹാം കടന്നു വരേണ്ടി വന്നപ്പോൾ അബ്രഹാമിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? താൻ സ്നേഹിച്ചതായിരിക്കുന്ന ലോത്തിനെ വിട്ടുമാറേണ്ടതായിട്ട് വന്നു. വിട്ടുമാറുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് അബ്രഹാം ലോത്തുമായിട്ടൊരു വേർപാട് നടത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ നോക്കിയിട്ട് പറയുകയാണ്, അബ്രഹാമേ, നീ കിടക്കുന്ന ഈ സ്ഥലം, നിന്റെ കാൽ ചവിട്ടുന്ന ഈ സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി തരിക. മനസ്സിലായോ? ഒന്നുകൂടെ ഡീപ്പർ ലെവലിലേക്ക് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരിക. എന്ത് വേണമായിരുന്നു? ഒരു മാറ്റം തൻ്റെ ഹൃദയത്തിൽ വരണമായിരുന്നു. മൂന്നാമത്തെ ലെവലിലേക്ക് നിങ്ങൾ നോക്കിയാട്ടോ. മൂന്നാമത്തെ ലെവൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിനുശേഷം ദൈവം അബ്രഹാമിന്റെ ദർശനത്തിൽ പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണ് ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നത്? ഇവിടെയാണ് അബ്രഹാമിനെ ദൈവം രാത്രി വെളിയിലോട്ട് ഇറക്കിയിട്ട് നക്ഷത്രങ്ങളെ കാണുവാൻ പറഞ്ഞിട്ട് നക്ഷത്രങ്ങളെ കാട്ടിയിട്ട് പറഞ്ഞു, നിന്റെ സന്തതി ഇവണ്ണമാകും. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു മൃഗത്തെ, ഇന്ന മൃഗങ്ങളെ കൊണ്ടുവരിക, ഞാനും നീയുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ പോകുകയാണോ, ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും. മൂന്നാമത്തെ ലെവലിലേക്ക് അബ്രഹാം കടന്നു വന്നപ്പോൾ അബ്രഹാമിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഭൗതികമായിരിക്കുന്ന രീതിയിൽ നേടുവാൻ സാധിക്കുന്ന പല നേട്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി. അബ്രഹാമിന് വാസ്തവത്തിൽ ഈ സമ്പാദ്യം മുഴുവൻ, ഇത് മുഴുവൻ, ഈ കൊള്ള മുഴുവൻ അബ്രഹാമിനുള്ളത്. കാരണം അബ്രഹാമും വേലക്കാരും കൂടെ കടന്നു പോയിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചുകൊണ്ട് വന്നതെങ്കിലും ഇപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നത് ഒരു കാര്യമുണ്ട്, നീ ഇതിനെ വിട്ടുമാറ്റുന്നുവെങ്കിൽ, നീ ഇതിൽ നിന്ന് വേർപെടുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചു? അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞൊരു വേർഡ്, ഈ ഞാൻ കൊണ്ടുവന്നതിൽ നിന്ന് ഒരു ചെരുപ്പാകട്ടെ, ഒരു ചെരുപ്പ് വാറാകട്ടെ ഞാൻ എടുക്കില്ല. എന്താ കാരണം? നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിക്കേണ്ടതിനോ എന്ന് പറഞ്ഞാൽ അബ്രഹാം ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാനമെന്ന് 10 പേരുടെ മുൻപിൽ എനിക്ക് പറയണം. അതുകൊണ്ട് ഭൗതികമായിട്ട് ഏതെങ്കിലും ക്രൂക്കഡ്നെസ്സിൽ കൂടെ ഉണ്ടാക്കുവാൻ പറ്റുന്ന സമ്പാദ്യമല്ല എനിക്ക് വലുത്. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവമാണ് എന്നെ സമ്പന്നനാക്കിയത്.
ദൈവമാണ് എന്നെ അനുഗ്രഹിച്ച് നിർത്തിയെന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിർത്തേണ്ടി വന്നപ്പോൾ 15-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലമാകുന്നു, ഞാനാണ് നിന്റെ പ്രതിഫലം. എന്ത് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടത് കിട്ടേണ്ടത് വേണ്ട എന്ന് വെച്ചപ്പോൾ, ഒരു മനുഷ്യൻ എന്നെ അനുഗ്രഹിക്കേണ്ട എന്ന് വെച്ചപ്പോൾ, ദൈവത്താലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടതെന്നോ അവൻ മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്നോ അവൻ മനസ്സിലാക്കിയപ്പോൾ, സ്വർഗത്തിലെ ദൈവം എന്തായി മാറ്റപ്പെട്ടെന്ന് അറിയാമോ? ദൈവം അവൻ്റെ അവകാശമായി തീർന്നു, ദൈവം അവൻ്റെ പ്രതിഫലമായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, പടിപടിയായിട്ട് അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാതെ സാധ്യമല്ല. ഇതുകൊണ്ടും തീർന്നിട്ടില്ല. ഇതുകൊണ്ട് ദൈവം അബ്രഹാമിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ ആടുമാടുകൾ വർദ്ധിച്ചു, കന്നുകാലികൾ വർദ്ധിച്ചു. വളരെയധികമായിട്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിയോണം, ഒരു പക്ഷെങ്കിൽ സോദോം രാജാവിൻ്റെ കയ്യിൽ നിന്ന് ചിലത് മേടിച്ചിരുന്നു നിങ്ങൾ പറയാമായിരുന്നു, സോദോം രാജാവിനെ സമ്പന്നനാക്കിയെന്നോ. എന്നാൽ ഇവിടെ അബ്രഹാമിന് പറയുവാൻ സാധിക്കും, ഒരു സോദോം രാജാവല്ല എന്നെ സമ്പന്നനാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. 3-ാമത്തെ അനുഗ്രഹത്തിലേക്ക് അബ്രഹാം കടന്നു. 4-ാമത്തെ അനുഗ്രഹത്തിലേക്ക് കടക്കണമായിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു? വായിച്ചോട്ട് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 17-18 വാക്യം. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിനോട് ദൈവം കൽപ്പിക്കുകയാണ്, അബ്രഹാമേ, നിന്റെ ഭാര്യയാകുന്ന സാറയിൽ നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കുവാൻ പോകുകയാണ്. അബ്രഹാം കവിട് വീട് ചിരിച്ചു. അബ്രഹാമിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അബ്രഹാം ഇപ്രകാരം പറഞ്ഞു, നിന്റെ മുൻപാകെ ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി. ഇസ്മായേൽ എന്ന് പറയുന്നത് തൻ്റെ മകനായിട്ട് വാഗ്ദത്ത സന്തതിയായിട്ട് അബ്രഹാം ഏറ്റെടുത്തു. എന്നാൽ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അബ്രഹാം കടന്നു വരേണ്ടതായിട്ട് വന്നു. 21-ാം അധ്യായം 10-11 വാക്യം. ചാപ്റ്റർ 21 വേഴ്സ് 10 and 11. അബ്രഹാമിനോട് ദൈവം പറയുക, ഈ ദാസിയെ മകനെ പുറത്താക്കി കളയുക. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവത്തോട് അബ്രഹാം പറഞ്ഞൊരു കാര്യമാണ്, ദൈവമേ, എനിക്കിനി സാറയിൽ നിന്നൊരു കുഞ്ഞിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഇസ്മായേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. അബ്രഹാമും ആ കുഞ്ഞുമായിരിക്കുന്ന ബന്ധം നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ ചിന്തിച്ച് സാധിക്കുന്നത് 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ ഒരു കാര്യം ചെയ്യുക, ആ ഇസ്മായിലിനെ വിട്ട് കളയുക. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം ആരെ വിടാൻ പറഞ്ഞു? അപ്പനെയും അമ്മയും ചാച്ചക്കാരെയും വിടാൻ പറഞ്ഞു. രണ്ടാമത് ആരെ വിടാൻ പറഞ്ഞു? കൂടെ കൊണ്ടു നടന്ന ലോത്തിനെ വിടാൻ പറഞ്ഞു. മൂന്നാമത് എന്ത് വിടാൻ പറഞ്ഞു? നിനക്ക് കിട്ടുവാൻ സാധിക്കുന്ന സമ്പാദ്യങ്ങൾ, ഭൗതികമായി നേടുവാൻ സാധിക്കുന്നതോ വിട്ടുകളയുവാൻ പറഞ്ഞു. നാലാമത് എന്ത് വിട്ടുകളയാൻ പറഞ്ഞു? സ്വന്തം മകനെ വിട്ട് കളയുവാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, അല്പം ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് ഈ സ്വന്തം മകനെ വിട്ട് കളയുക. എന്നാൽ അബ്രഹാമെ, നീ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇസ്മായേലിനെ വിട്ടുകളയാതെ സാധ്യമല്ല. നീ അനുഗ്രഹം അപ്പുറത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇസ്മായേലിനെ വിട്ടുകളഞ്ഞില്ല എങ്കിലും അബ്രഹാം അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നല്ല. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒന്ന് കാണത്തില്ലായിരുന്നു, വാഗ്ദത്ത നിവർത്തീകരണം അബ്രഹാം കാണത്തില്ലായിരുന്നു. അബ്രഹാം വാസ്തവത്തിൽ ഹി വാസ് ബ്ലെസ്ഡ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. പക്ഷെങ്കിൽ വാഗ്ദത്ത നിവർത്തി അബ്രഹാമിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ അബ്രഹാം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇവിടെ സ്വന്തം മകനെ വിട്ടുകളയേണ്ടതായിട്ട് വന്നു. സ്വന്തം മകനെ വിടുവാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെയിൻഫുൾ, അബ്രഹാം എന്നുള്ള വ്യക്തിക്ക് ഒരല്പം പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ് ഇത് ഓരോന്നും. എന്താ സംഭവിക്കുന്നത്? ദൈവം ചുരുക്കത്തിൽ ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞെ, നീ എന്തിനെയാണ് സ്നേഹിക്കുന്നത് അതിനെ നീ വിട്ടുകളയുക. 1 by 1 ആയിട്ട് ദൈവം അതങ്ങോട്ട് കൽപ്പിക്കുവാൻ തുടങ്ങി. അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ അബ്രഹാമിനിടയായി. അബ്രഹാം അത് ചെയ്യുവാൻ കാരണമുണ്ട്. ദൈവത്തിന് മുൻപാകെ അബ്രഹാം വെളിപ്പെടുത്തുകയായിരുന്നു, ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നത്, എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നത്. ഇതോടുകൂടെ ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാതെ വിട്ടോ? ഈ ഇസ്മായേലിനെ വിട്ടുകളഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. അബ്രഹാം അടുത്ത ലെവൽ ഓഫ് ബ്ലെസ്സിങ്സിലേക്ക് അബ്രഹാം കടന്നു വന്നു. ഇവിടെ വെച്ച് അവസാനിച്ചോ? ഇല്ല. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ സാറയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഒരല്പം കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് കൊണ്ട് യാഗമായിട്ട് കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, വിടുന്ന വ്യത്യാസമെന്ന് പറയുന്നത് പുറമേ തുടങ്ങി അകത്തോട്ട് കയറുക. എന്താണ് താൻ കൂടുതലായിട്ട് സ്നേഹിച്ചത് അതിലേക്ക് കടന്നു വന്ന് അവസാന സ്റ്റെപ്പിൽ വന്നിട്ട് പറയുകയാണ്,
നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് അബ്രഹാം കടന്നു വന്നപ്പോൾ അബ്രഹാമിന് ഒരൊറ്റ മകനേ ഉള്ളൂ, പറയുവാനായിട്ട് മറ്റൊന്നുമില്ല. ഈ ഇസ്ഹാക്കാണ് തൻ്റെ സന്തതിയായിട്ടിരിക്കുന്നത്. എന്നാൽ ദൈവം ഇപ്പോൾ കൽപ്പിക്കുന്നത്, ഈ ഇസ്ഹാക്കിനെ നീ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കുവാൻ കൽപ്പിച്ചപ്പോൾ അബ്രഹാം മടുത്ത് നോക്കാതെ യാഗം കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അബ്രഹാം യാഗം കഴിക്കുവാൻ കാരണമുണ്ട്. അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ഈ ഇസ്ഹാക്കിൽ നിന്നാണ് നിന്റെ സന്തതി ജനിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഇസ്ഹാക്കിനെ ഞാൻ കൊണ്ട് മോറിയ മലയിൽ യാഗം കഴിച്ചാലും അത് ഇസ്ഹാക്ക് ചാരമായി തീർന്നാലും ഈ ചാരത്തിൽ നിന്ന് ദൈവം അടുത്ത ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തനെന്നുള്ളത് അബ്രഹാം പരിപൂർണമായിട്ട് വിശ്വസിച്ചു. കാരണം എന്നാണെന്നറിയാമോ? ദൈവം തനിക്ക് ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. ദൈവം തന്നോട് ഒരു വാഗ്ദത്തം കൽപ്പിച്ചു. അതുകൊണ്ട് അബ്രഹാം മനസ്സിലാക്കി, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് എൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ ഞാൻ കൊണ്ട് യാഗം കഴിച്ച് അവൻ ചാമ്പലായി തീർന്നാലും ഈ ചാരത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ബാലനെ കിടത്തി വെട്ടുവാനായിട്ട് കത്തി എടുത്തപ്പോൾ, കത്തി ഓങ്ങുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതനിപ്രകാരം കൽപ്പിച്ചു, ബാലന് മേല് നീ കത്തി വെക്കരുത്. എന്താ അവിടെ സംഭവിച്ചത്? ദൈവം അടുത്ത ബ്ലെസ്സിങ്സിലേക്ക് അബ്രഹാമിനെ കൊണ്ടുപോയി, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിങ്ങൾ മനസ്സിലായോ? അനുഗ്രഹങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ലെവൽ ബൈ ലെവലായിട്ട് ഐശ്വര്യമായിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിൽ നിർണായകമായിരിക്കുന്ന 5 സ്റ്റെപ്പുകൾ കൂടെ താൻ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. ഈ 5 സ്റ്റെപ്പുകളെന്ന് പറയുന്നത് ന്യായമായിട്ട് ലഭിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വേണ്ടെന്ന് വെക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 5 ലെവലിലേക്ക് കടന്നു പോയപ്പോൾ 5ാമത്തെ ലെവലിൽ നിന്നപ്പോൾ എന്തായിത്തീർന്നു? ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അപ്പോൾ അബ്രഹാം ഒരു അനുഗ്രഹ വിഷയമായി തീർന്നു. ഇന്ന് അതുകൊണ്ടാണ് ഞാനും നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്നത് വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രഹാം തീർന്നുവെന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ വിടുവാൻ ദൈവം കൽപ്പിച്ചത്, ദൈവഹിതപ്രകാരം വിടുവാനായിട്ട് ഉണ്ടായിരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിടുവാൻ ഇടയായിത്തീർന്നപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നീ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിൽ ചില കടമ്പകൾ കൂടെ കടന്നു പോയെങ്കിലേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നത്? ഗാഡ് ഇസ് എ ബ്ലെസ്സിങ് ഗാഡ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ ചില സ്റ്റെപ്പുകൾ കൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. ആ സ്റ്റെപ്പുകളെന്ന് പറയുന്നത് മരണകരമായിരിക്കുന്ന വേർപാട് നിമിഷങ്ങളായിരിക്കുക. കാരണം വേർപാടെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ സ്നേഹിക്കുന്ന ഒന്നിനെ വിട്ടെന്ന് പറയുന്നത് ഇറ്റ്സ് പെയിൻഫുൾ. പക്ഷേ ഒരു കാര്യം ആവശ്യമാണ്, ഇത് ചെയ്യാതെ ഐശ്വര്യമായ അനുഗ്രഹം കാണുവാൻ സാധിക്കുന്നില്ല. ഇന്ന് നാം ലോകത്തിൽ നോക്കിയാൽ ദൈവത്തിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഈ 5 മേഖലകളിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുക. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? അനുഗ്രഹിക്കപ്പെടുവാൻ വിളിച്ചിരിക്കുന്ന മക്കൾ ഇതിനകത്ത് എവിടെയൊക്കെയോ വന്ന് നിൽക്കുക, സ്റ്റക്കായി പക്ഷെങ്കിൽ ഇതിനപ്പുറത്തോട്ട് കടക്കണമെങ്കിൽ ഒന്നുകൂടെ ഒരു സ്നേഹം ആവശ്യമാണ്. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അബ്രഹാം വാഗ്ദത്ത വിഷയം അബ്രഹാം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഐശ്വര്യമായിട്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഇവിടെ ദൈവം കൽപ്പിക്കുന്നൊരു വേർഡ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഈ ഒരു വിഷയത്തിലേക്ക് ദൈവം അബ്രഹാമിനെ കൊണ്ടുവന്നു. പക്ഷെങ്കിൽ ഈ അബ്രഹാമിനെ കൊണ്ടുവരുമ്പോൾ എന്ത് വന്നു? നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാം പ്രധാനമായിട്ട് പലത് വിടേണ്ടതായിട്ട് വന്നു. ആ വിട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് അബ്രഹാം വിട്ടുവോ ദൈവം അവന് അതായി മാറ്റപ്പെട്ടു. ഒന്ന് പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്താട്ട്, എന്ത് അബ്രഹാം വിട്ടുവോ ഒന്നാമത് വിടേണ്ടി വന്നു. ലെഫ്റ്റ് ഹിസ് ഹൗസ്, തൻ്റെ സ്വന്തം പിതൃഭവനത്തെ വിട്ടു. അതുകൊണ്ട് അബ്രഹാമിന് ഭവനമില്ലാതായോ? എഴുതിയാട്ട്, ഗോഡ് ഗേവ് എ ഹൗസ്. ദൈവം അബ്രഹാമിന് ഭവനം കൊടുത്തു. ഗോഡ് ഗേവ് എ ഹൗസ്. ജെനസിസ് ചാപ്റ്റർ 12 verse 1. 2, വേൾഡ്ലി റിവാർഡ്സ്. അബ്രഹാം ഭൗതികമായിരിക്കുന്ന പ്രതിഫലങ്ങൾ വേണ്ടത് വെച്ചു. വേൾഡ്ലി റിവാർഡ്സ്.
Genesis chapter 14 verse 22 and 15 chapter verse 1. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? God became his reward. ദൈവം അവൻ്റെ പ്രതിഫലമായി തീർന്നു. God became his reward. Next, Abraham gave his only begotten son. തൻ്റെ പുത്രനെ അബ്രഹാം കൊടുത്തു. The only son. അതുകൊണ്ട് എന്ത് ലഭിച്ചു? God gave many sons. അനേക പുത്രന്മാരെ ദൈവം കൊടുത്തു. God gave many sons. ഇതിനകത്തൊരു വലിയ സ്പിരിച്വൽ മിസ്റ്ററി ഉണ്ട്, സ്പിരിച്വൽ ട്രൂത്ത് ഉണ്ട്. എന്ത് ദൈവത്തിന് വേണ്ടി അബ്രഹാം വിട്ടുകളഞ്ഞുവോ അത് അബ്രഹാമിന് നഷ്ടമായില്ല, പല മടങ്ങ് ഈ ലോകത്തിൽ തിരികെ പ്രാപിച്ചു. എന്ത് ദൈവത്തിന് വേണ്ടി വിട്ടുകളഞ്ഞോ, തൻ്റെ ഭവനത്തെ വിട്ടുവെങ്കിൽ ദൈവം അവനെന്ത് കൊടുത്തു? ഒരു ഭവനം കൊടുത്തു. ലോകത്തിലെ റിവാർഡ്സ് വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം എന്തായി മാറ്റപ്പെട്ടു? അവൻ്റെ റിവാർഡ്സ് പ്രതിഫലമായി മാറ്റപ്പെട്ടു. തൻ്റെ മകനെ ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ദൈവം എന്ത് കൊടുത്തു? അനേകം മക്കളെ ദൈവം കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ദൈവം ഒരിക്കലും അവർക്ക് കടക്കാരാകത്തില്ല. എന്ത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ കൂടെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുവോ അത് 10 മടങ്ങായിട്ട് ദൈവം തിരിച്ചു തരും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം മടക്കി പ്രാപിച്ചു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അബ്രഹാം അത് ഏറ്റെടുക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഈ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് അബ്രഹാം കടന്നു വന്നപ്പോൾ അബ്രഹാം ചില പ്രയാസങ്ങൾ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നുവെന്ന് നമ്മൾ കണ്ടു. വായിച്ചോട്ടെ ഒരു വാക്യം കൂടെ, 6 അധ്യായം Hebrews chapter 6 verse 15. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹാം ഈ വാഗ്ദത്ത വിഷയം പ്രാപിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ദീർഘക്ഷമയോടെ എന്ന് പറഞ്ഞാൽ ചില വർഷങ്ങൾ അബ്രഹാം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായിട്ട് വെളിപ്പെടുത്തുവാനുള്ള ഒരു കാരണം അബ്രഹാം വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അതിനെന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ദീർഘക്ഷമ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആവശ്യമായി. ചില നാളുകൾ അബ്രഹാം കാത്തിരിക്കേണ്ടി വന്നു, ചില വർഷങ്ങൾ അബ്രഹാം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ കാത്തിരിപ്പ് വർഷങ്ങൾ കൂടിയെങ്കിലും അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് യാതൊരു കുറവും വന്നില്ലേ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് എങ്ങനെ വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ പെട്ടെന്ന് ചുരുക്കമായിട്ട് നമ്മൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒന്ന് നോട്ട് ചെയ്താട്ട്, ദ നേച്ചർ ആൻഡ് ഡിസൈൻ ഓഫ് എ പ്രോമിസ്. ദ നേച്ചർ ആൻഡ് ഡിസൈൻ ഓഫ് എ പ്രോമിസ്. നമ്മൾ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഇവിടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, there is always an interval. There is always an interval between the promise and the performance. There is always an interval between the promise and the performance. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നുവെന്ന് പറയുന്നതും അത് നിവർത്തിക്കപ്പെടുന്നുവെന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? ഒരു ഇൻ്റർവെലുണ്ട്, ടൈം ഗ്യാപ്പുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, നമ്മുടെ വാഗ്ദത്തം എത്രത്തോളം വലുതായിരിക്കുമോ അത്രത്തോളം നമ്മുടെ കാത്തിരിപ്പ് വലുതാകേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്, നമ്മുടെ വാഗ്ദത്തം എത്രത്തോളം വലുതായിരിക്കുമോ അത്രത്തോളം നമ്മുടെ കാത്തിരിപ്പ് ദീർഘമാകേണ്ടി വരുന്നു. കാരണം ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ അനുഗ്രഹം, അബ്രഹാമിന് ഒരു വലിയ കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ച് ഇമ്മീഡിയറ്റ്ലി അത് പ്രാപിച്ചവരുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ച് നാളുകൾ കഴിഞ്ഞ് പ്രാപിച്ചവരുണ്ട്. എന്നാൽ ഏത് വാഗ്ദത്തങ്ങൾക്കാണെങ്കിലും അതിന് ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പത്തിന് അനുസരണമായിട്ട് ആയിരിക്കും. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം വലുതാകണമെങ്കിൽ നമ്മുടെ കാത്തിരിപ്പ് അല്പം
കൂടുന്നത് ആവശ്യമാണ്, അല്പം കൂട്ടേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അബ്രഹാം 25 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 25 വർഷത്തെ കാത്തിരിപ്പ് അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹമായിട്ട് വെച്ച് നോക്കിയാൽ അത് ഒട്ടും തന്നെ കുറവായി കാണുന്നില്ല. താൻ പ്രാപിച്ചത് വലിയൊരു അനുഗ്രഹമാണ്, താൻ പ്രാപിച്ചത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഓർക്കണമേ, ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഉത്തരം തരാതെ പോകുന്ന ഒരു ദൈവമല്ല എൻ്റെയും നിങ്ങളുടെ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയുടെ സമയം കൂട്ടേണ്ടിയിരിക്കുന്നു, ഒരു പക്ഷങ്ങളിൽ എൻ്റെ കാത്തിരിപ്പിൻ്റെ സമയം കൂട്ടേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ആരുടെ മുമ്പിൽ കൊണ്ട് വിഷയം വെച്ചിരിക്കുന്നുവോ ആ വ്യക്തി എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ കഴിവുള്ളവനാ, എന്നെയും നിങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ളവനാ. ഒരു വിധവ ന്യായാധിപൻ്റെ അടുക്കൽ മുട്ടിപ്പായി ചോദിക്കുവാനുള്ള കാരണമുണ്ട്. അവൾക്കറിയാം തൻ്റെ ഈ വിഷയത്തിൽ തന്നെ രക്ഷിക്കുവാൻ ഈ ന്യായാധിപന് മാത്രമേ സാധ്യമാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കി അവൾ മുട്ടിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിടുവിക്കപ്പെടുവാനുള്ള സാധ്യതയെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, ദൈവത്താലാണ് സകല അധികാരമുള്ളതെങ്കിൽ, ദൈവമാണ് സകലതും ചെയ്തു തരുന്നെങ്കിൽ, ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് ഈ ദൈവത്തിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് അത് പ്രാപിക്കുന്നത് വരെ മുട്ടുകളെ മടക്കുക. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട, ഒരു കാലയളവ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദത്തം ലഭിച്ചതിനെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. വാഗ്ദത്തം പ്രാപിച്ച വാഗ്ദത്ത വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മന്ദതയുള്ളവരാകേണ്ട കാര്യമില്ല. നിങ്ങൾ കടന്നു ചെന്നിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ദ റൈറ്റ് പ്ലേസ് ആണ്. നിങ്ങൾ ചെന്നിരിക്കുന്ന സ്ഥാനം ആ യഥാർത്ഥമായിരിക്കുന്ന ഒറിജിനൽ സ്ഥാനത്തേക്കാണ് കടന്നു ചെന്നത്. നിങ്ങൾക്ക് അവിടെ തെറ്റ് പറ്റിയിട്ടില്ല. ഈ ദൈവത്തിൻ്റെ പാദങ്ങൾ ആരും മുട്ട് മടക്കിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തന്നിട്ടുണ്ട്. ഒരൊറ്റ വ്യക്തിക്ക് പോലും ദൈവം അനുഗ്രഹം കൊടുക്കാതിരുന്നിട്ടില്ല. അവൻ്റെ അടുക്കൽ ആര് മുട്ടുകളെ മടക്കിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ എൻ്റെ ദൈവത്തിനൊരു പ്രശ്നമല്ല, പ്രതികൂലങ്ങളുടെ ദൈവത്തിനൊരു പ്രശ്നമല്ല, ചുറ്റുപാടുകൾ എൻ്റെ ദൈവത്തിന് മുൻപിൽ ഒരു പ്രശ്നമല്ല, എൻ്റെതായിരിക്കും ശരീര കണ്ടീഷൻ എൻ്റെ ദൈവത്തിന് മുൻപിൽ പ്രശ്നമല്ല, നിൻ്റെ ബലഹീനത എൻ്റെ ദൈവത്തിന് മുൻപിൽ പ്രശ്നമല്ല. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ പതിവായിട്ട് മുട്ടുകളെ മടക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹം കാണുന്നതിനെ ചെയ്യും. കഴിഞ്ഞ നാളുകൊണ്ട് പിന്നോട്ട് നോക്കിയായിട്ട് ദൈവം അനുഗ്രഹം തരാത്ത ഒരു വിഷയം പോലുമില്ല. ദൈവം അനുഗ്രഹം തരാത്ത വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം അപ്പുറത്ത് വെച്ചുകൊണ്ട് നാം മടിയന്മാരായി കിടക്കുന്നതുകൊണ്ടാണ്. മന്ദതയിൽ കൂടെ മുൻപോട്ട് കടന്നു പോകുന്നതുകൊണ്ട് വാഗ്ദത്തം പ്രാപിക്കുന്നില്ല. ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തം അത് നിറവേറ്റപ്പെട്ടെങ്കിൽ ഒരു കാലയളവിൽ ഒരു പീരീഡുണ്ട്. ആ പീരീഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ പീരീഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പീരീഡ് വെച്ചിരിക്കുന്നത്? ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തൻ. അപ്പോൾ വാഗ്ദത്തം ചെയ്ത് ദൈവത്തിനങ്ങ് നിവർത്തിച്ചാൽ പോരായോ? എന്തിനാ ഈ കാലയളവൊക്കെ ദൈവം വെച്ചിരിക്കുന്നത്? ദൈവത്തിന് പർപ്പസ് ഉണ്ട്. എന്താണ് ഈ കാലയളവിൻ്റെ പ്രത്യേകത? അത് മനസ്സിലാക്കേണ്ടത്, ആ ഇൻ്റർവൽ പീരീഡ് ഈസ് എ ട്രൈയിങ് ടൈം ടു ബിലീവേഴ്സ്. The interval period is a trying time to believers. ഈ ഇൻ്റർവൽ പീരീഡ് എന്ന് പറയുന്നത് ദൈവമക്കളുടെ ഒരു പരിശോധന കാലമാണ്. അവരെ പരീക്ഷിക്കുന്നൊരു കാലമാണ്. അവരെ നോക്കുന്നൊരു കാലമാണ്. എങ്ങനെയാണ് അവരായിരിക്കുന്നത്, എപ്രകാരമാണ് അവർ പോകുന്നുവെന്നുള്ളത് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലയളവാണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇവിടെ പറഞ്ഞത്. ഇവിടെ അബ്രഹാം എന്ത് ചെയ്തെന്ന് പറഞ്ഞു. അവിടെ പറയുന്നത് ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചു. പക്ഷേ അബ്രഹാമിന് എന്ത് ചെയ്തതായിട്ട് വന്നു? അവൻ ദീർഘക്ഷമയോടെ അപ്പോൾ ഈ വാഗ്ദത്തം തനിക്ക് ലഭിച്ചു. അതിന് നിവർത്തീകരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അബ്രഹാമിന് എന്ത് പഠിക്കേണ്ടതായിട്ട് വന്നു? ദീർഘക്ഷമ എന്തെന്ന് പഠിക്കേണ്ടതായിട്ട്, പേഷ്യൻസ് എന്തെന്ന് പഠിക്കേണ്ടതായിട്ട് ദൈവ മക്കൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ മക്കളെ ദൈവം ചിലത് പഠിപ്പിക്കുവാനാണ് ഈ സമയത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ പഠിക്കേണ്ട ചില കാര്യം പഠിക്കണം. നിങ്ങൾ വാക്യം വായിച്ചോട്ട്, റോമലേഖനം 4-ാം അധ്യായം, Romans chapter 5 verse 3 and 4, 5-ാം അധ്യായം 3-4 വാക്യം വായിച്ചോട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, കഷ്ടത, ട്രയൽസ്, ട്രിബുലേഷൻസ്, സഫറിങ്സ്, കഷ്ടത. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് എന്തിനാ? അവിടെ പറയുന്നത് കഷ്ടത
സഹിഷ്ണുതയിലേക്ക് എന്നെ നടത്തണം. അപ്പോൾ ഞാൻ എന്ത് പഠിക്കണം? എൻ്റെ ജീവിതത്തിലെ കഷ്ടത കൊണ്ട് ഞാൻ സഹിഷ്ണുത പഠിക്കണം. സഹിക്കുവാനായിട്ട് ഞാൻ പഠിക്കണം. ആ സഹിഷ്ണുത എന്നെ എങ്ങോട്ട് നടത്തണം? സിദ്ധതയിലേക്ക് നടത്തണം. ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ്. ആ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ് എന്നെ എങ്ങോട്ട് നടത്തണം? പ്രത്യാശയിലേക്ക് നടത്തണം. ആഫ്റ്റർ ഓൾ ഈ കഷ്ടത എന്നെ എങ്ങോട്ട് നടത്തണം? പ്രത്യാശയിലേക്ക്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് സമയമാണ്. എൻ്റെ സ്വഭാവത്തിന് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് തെറ്റുകൾ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഞാൻ മാറ്റപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ നീണ്ട 25 വർഷം ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നതിന് മുമ്പ് വരെയുള്ള കാലങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ പല മാറ്റങ്ങൾ അബ്രഹാം വരുത്തേണ്ടതായിട്ട് വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയെങ്കിലും ഒരിടത്ത് അബ്രഹാം മാറ്റം വരുത്തിയില്ലായിരുന്നുവെങ്കിൽ അബ്രഹാം അതിനു മുൻപുള്ള ബ്ലെസ്സിങ്സിൽ നിന്നേനെ അടുത്ത ലെവലിലേക്ക് അബ്രഹാം കടന്നു വരത്തില്ലായിരുന്നു. എന്നാൽ ഈ കാലങ്ങളൊക്കെയും ദൈവം വരുത്തുവാൻ ആഗ്രഹിച്ച മാറ്റങ്ങൾ അബ്രഹാം സ്വയമായിട്ട് മാറ്റം വരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിലേക്ക് അബ്രഹാം കടന്നു വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ചുറ്റുപാടുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സിലേക്ക് നടത്തണം. സ്വഭാവത്തിൻ്റെ ശുദ്ധീകരണത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് തുല്യമായി ഞാൻ മാറ്റപ്പെടണം. കർത്താവായ യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണോ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്? എനിക്കും നിങ്ങൾക്കും ഇഷ്ടം പോലെ ആക്റ്റീവായുള്ള മണ്ഡലമല്ല എൻ്റെയും നിങ്ങളുടെ ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനുള്ള സ്ഥലമല്ല അത്. പിന്നെയോ ദൈവത്തിന് മുൻപിൽ കാത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പാദങ്ങളിൽ നിന്ന് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണോ അടുത്ത ലെവലിലേക്ക് ഉയരുവാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കാതെ അടുത്ത ലെവൽ ഓഫ് ബ്ലെസ്സിങ്സിലേക്ക് എനിക്കും നിങ്ങൾക്ക് കടക്കുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് എനിക്കും നിങ്ങൾക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. എന്തായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇൻ്റർവൽ ടൈം ഉണ്ടായിരുന്നു. ആ ഇൻ്റർവൽ ടൈം തൻ്റെ ജീവിതത്തെ പരിപൂർണമായി മാറ്റപ്പെടുത്തിക്കൊണ്ട് തൻ്റെ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക ഭാഗങ്ങളിൽ നമ്മൾ ഈ വിഷയം നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ഭക്തന്മാരെ അയച്ചു. ദൈവം തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ അവർ ആശ്രയം വെക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ശക്തമാർഗത കരങ്ങൾ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എനിക്കും നിങ്ങൾക്കുള്ള കഷ്ടത, ആ കഷ്ടതയിൽ വിടുവിക്കപ്പെടുവാൻ there is a time gap, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഒരു പക്ഷങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ആ ടൈം ഗ്യാപ്പ് നീട്ടുവാൻ സാധിക്കും, കുറയ്ക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് നീട്ടുവാൻ സാധിക്കും, കുറയ്ക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ് ഇത് തന്നിരിക്കുന്നത്. ഇത് പഠിക്കാതെ ദൈവം അടുത്ത ലെവലിലേക്ക് വിടത്തില്ല. ഇത് പഠിക്കുന്നില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. അനുഗ്രഹിക്കപ്പെടണമോ, പഠിച്ച് അടുത്ത ലെവലിലേക്ക് ഉയരേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു സങ്കീർത്തനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഞാൻ നിങ്ങളെ ഈ ഭാഗം മാത്രം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്താണ് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പറയപ്പെടുന്ന ഒരു ഭാഗത്തിലേക്ക് ഒന്ന് വന്നാട്ട്. 105 സങ്കീർത്തനം 18-19 വാക്യം. Psalms 105 verse 18 and 19. നിങ്ങൾ മനസ്സിലാക്കണം, അണ്ടർലൈൻ ദാറ്റ് വാക്യം. ആ വാക്യം അണ്ടർലൈൻ ചെയ്താട്ട്, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവൻ ശോധന വരികയും ചെയ്യുവോളും എന്ന് വരെ അവർ അവൻ്റെ കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. നിങ്ങൾക്കറിയാം ആരെക്കുറിച്ചാണ് പറയുന്നത്? യോസഫിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. യോസഫെ, എത്രത്തോളം കാലം നിനക്ക് കിടക്കേണ്ടി വന്നു? 2 സമയങ്ങൾ. ആ കാലങ്ങൾ ഇപ്രകാരമാണ് കാണുന്നത്. അവിടെ പറയുന്നു, 1, യഹോവയുടെ വചനം നിവർത്തിയാകണം. 2, അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരണം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം ഈ യോസഫ് എന്ത് ചെയ്യണം? മാറ്റണം. അപ്പം എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള കഷ്ടതയുടെ ദൂരമെന്ന് പറയുന്നത് എത്രത്തോളമാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും നടുവുള്ള കഷ്ടതയുടെ ദൂരമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. പഠിക്കേണ്ടത് പഠിച്ചാൽ അന്ന് ദൈവം വിടുവിക്കും. പഠിക്കേണ്ടത് പഠിച്ചില്ലെങ്കിൽ അത് അതുപോലെ തന്നെ കിടക്കും.
നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് വേണ്ടത് നമ്മളെ ഇവിടെ കിടത്തുവാനല്ല ദൈവത്തിൻ്റെ മനസ്സ്, വിടിവിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ ഒരു സഫറിങ്സ് ജീവിതത്തിൽ വന്നതിന് പിന്നിൽ ഒരു പേർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എന്നത് മനസ്സിലാക്കി അതിനനുസരണമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുന്നില്ല എങ്കിൽ എൻ്റെ ഈ കഷ്ടതയിൽ നിന്ന് എനിക്കൊരു വിടുതലില്ല. എന്നാൽ ഇതിൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം കടന്നു വരുന്നുവെങ്കിൽ അന്നാണോ എൻ്റെ വിടുതലിൻ്റെ സമയം. അവിടെ എൻ്റെ വിടുതലായി, അതുവരെ ഉള്ളൂ ആ സമയം. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഞാൻ ആദ്യം പറയുണ്ടായി, എനിക്ക് ലഭിക്കുവാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എത്ര വലുതാണ് അത്രത്തോളം എന്ത് ചെയ്യേണ്ടതായിട്ടിരിക്കും. ഈ സമയത്തെ മുൻപോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം പലപ്പോഴും നമ്മൾ പഠിച്ചു വരുവാനായിട്ട് ഒത്തിരി സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ സമയത്തിൻ്റെ ഒരു ദൈർഘ്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ രണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രത്യേകമായ ഇൻ്റർവൽ ടൈം എന്ന് പറയുന്നത്, അഥവാ വാഗ്ദത്തം ലഭിച്ചിട്ട് അതിന് നിവർത്തീകരണത്തിന് ഇടയിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്, എന്നെ പരിശോധിക്കുവാൻ, എന്നെ പരീക്ഷിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു അവസരമാണ്. ഇവിടെയാണ് ഞാൻ നിങ്ങളും ശരിയായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ടെസ്റ്റിലാണ് ഞാൻ നിങ്ങൾ വിജയിക്കേണ്ടത്. ഈ ടെസ്റ്റിൽ വിജയിക്കുവാൻ സാധിക്കുന്നതിന് ഒരുപക്ഷങ്ങളിൽ നമ്മൾ ചിന്തിക്കുമായിരിക്കാം, അബ്രഹാമിനെ വിളിച്ചു നോക്ക്, സോദോം രാജാവ് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല, എടുത്തിരുന്നുവെങ്കിൽ അടുത്ത ലെവലിലേക്ക് അബ്രഹാം കടക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ട് അബ്രഹാമെ നീ ഇത് പറയുവാൻ കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ച രീതിയിൽ അബ്രഹാം നടക്കുവാനിടയായിട്ടതാണ്. എന്തോ ഒരു പ്രത്യേക വെളിപ്പാട് തൻ്റെ ജീവിതത്തിൽ ലഭിച്ചതാകാൻ അല്ല ചാൻസ്. പിന്നെയോ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുവാനായിട്ട് അബ്രഹാമിന് ഒരു മനസ്സുണ്ടായിരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് അബ്രഹാമിനെ നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് അബ്രഹാം നേർനിലത്തൂടെ നടക്കുവാനായിട്ട് കാരണമായി തീർന്നു. നീ പല സന്ദർഭങ്ങളിൽ നമ്മൾ പോലും ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മെ ആരോ നടത്തിക്കൊണ്ട് വന്നതാ. നമുക്കറിയത്തില്ല, നമ്മളത് ചിന്തിച്ചതേ അല്ല. പക്ഷേ സംഭവം ആരോ എന്നെ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തു, ആരോ എന്നെ അതിൽ വേർപെടുത്തി. ആരാ വേർപെടുത്തിയെന്നറിയാമോ? ദൈവം എന്നെയും നിങ്ങളെ വേർപെടുത്തി. എന്തിനാണെന്നറിയാമോ? പാപം ചെയ്യാതെ വണ്ണം. നിങ്ങൾക്കറിയാം, അബ്രഹാം അബീമേലെക്ക് പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്ന സമയത്തിന് മുൻപിൽ സ്വർഗ്ഗത്തിലെ ദൈവം അബീമേലെക്കിന് ഒരു ദർശനം കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അബീമേലെക്കേ, നീ ചെയ്യുവാൻ പോകുന്ന പാപമാണോ? ഇവൾ വേറാടെ ഭാര്യയാണ്. എന്താ അവിടെ സംഭവിച്ചത്? പാപം ചെയ്യാതെ അബീമേലെക്കിനെ ദൈവം തടയുവാനിടയായി തീർന്നു. പല സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങൾ പാപം ചെയ്യാതെ ദൈവം നമ്മെ തടഞ്ഞ നിമിഷങ്ങൾ. എന്താ ഇവിടുത്തെ വിഷയം? എന്ന ഈ ടൈം ഗ്യാപ്പ് ദൈവം എന്നെ പരിശോധിക്കുവാനുള്ള സമയമാകുന്നുവെങ്കിൽ ഈ പരിശോധനാ കാലത്തിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടണം. 3, എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ വാഗ്ദത്ത നിവർത്തീകരണത്തിന് those who patiently endure, those who patiently endure shall obtain the blessedness promised. വാഗ്ദത്തം ചെയ്ത അനുഗ്രഹ നിവർത്തീകരണം ദീർഘക്ഷമയാൽ നമ്മൾ പ്രാപിക്കുന്നു. 2 Peter chapter 1 verse 19 to 11. 2 Peter chapter 1 verse 19 to 11, 19 മുതൽ 21 വരെ. പ്രവാചകവാക്യം അധികം സ്ഥലമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോഴോ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നത് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രവാചകവാക്യം, വാഗ്ദത്തങ്ങൾ എനിക്ക് എന്തായിരിക്കണം? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കായിരിക്കണം. ചുറ്റുപാടുകൾ മുഴുവൻ ഇരുട്ടാ, യാതൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇരുട്ടിൻ്റെ മധ്യത്തിൽ ആ പ്രവാചകവാക്യം എനിക്കൊരു വിളക്കായി മാറണം. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഇരുട്ടിനെ അല്ല ഞാൻ കാണേണ്ടത്, ആ പ്രവാചകവാക്യത്തെ ഞാൻ കാണണം. എങ്ങനെ ഞാൻ കാണണം? എന്താ ഞാൻ ചെയ്യേണ്ടത്? റോമൻസ് ചാപ്റ്റർ 4, 4-ാം അധ്യായം അതിൻ്റെ 19 വാക്യം ഒന്ന് വായിച്ചാൽ. വേഴ്സ് 19, 20. അവൻ ഏകദേശം 100 വയസ്സ്. ദൈവം, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ പറഞ്ഞു തരുന്നത്, ഇരുണ്ട സ്ഥലത്തെ പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ വാഗ്ദത്തം അബ്രഹാം ഏറ്റെടുത്തത്
വായിച്ചാട്ട്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനായിരുന്നിട്ടും തൻ്റെ ശരീരം നിർജീവമായി പോയിട്ടും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം മനസ്സിലാക്കി, വ്യക്തമായിട്ട് താൻ മനസ്സിലാക്കി എന്താണ് തൻ്റെ ചുറ്റുപാടുകൾ, സാഹചര്യം എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കി. ഒരു കാര്യം മതി, ഒരു കാര്യത്തിൽ ഉറപ്പായി, ഈ സാഹചര്യത്തിൽ കൂടെ എനിക്കൊരു അനുഗ്രഹം വരികയില്ല. പക്ഷെങ്കിൽ അബ്രഹാം ചെയ്തൊരു കാര്യമുണ്ട്. അബ്രഹാം എന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിച്ചില്ല. പ്രൈസ് ഗോഡ്. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ ടൈം ഗ്യാപ്പ്, ഈ ഇൻ്റർവൽ അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ അബ്രഹാം ശക്തിപ്പെട്ടു. എങ്ങനെ ആയിരിക്കണം വിശ്വാസം ശക്തിപ്പെട്ടത്? ചുറ്റുപാടുകൾ നിർജീവത്വം പറയുമ്പോൾ, ചുറ്റുപാടുകൾ ഉണ്ടാകത്തില്ലെന്ന് പറയുമ്പോൾ അബ്രഹാം പറയുന്നൊരു വേർഡുണ്ട്, എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചു, ഈ സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞിനെ തരും. സാറയെ നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ലോകപ്രകാരം ഭൗതികമായിട്ട് മനസ്സിലാക്കുന്നു. അവളിൽ കൂടെ ഒരു കുഞ്ഞ് ജനിക്കത്തില്ലെന്ന് പറയുമ്പോൾ അബ്രഹാമിന് അവളെ നോക്കിയൊരു കാര്യം പറയുവാനുണ്ട്, നിന്നിൽ നിന്നൊരു സന്തതി ജനിക്കും, നിന്നിൽ നിന്നൊരു സന്തതി ജനിക്കും. ചുറ്റുപാട് പറയുന്നു ഉണ്ടാകത്തില്ലെന്ന് പറയുന്നു, പക്ഷേ അബ്രഹാം പറയുന്നു ഉണ്ടാകുമെന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? ഇരുട്ടിൽ കിടക്കുമ്പോൾ അത് വെളിച്ചമാണ്. ഇരുട്ടിൽ കിടക്കുമ്പോൾ അത് വെളിച്ചമാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ വാഗ്ദത്തം ക്ലെയിം ചെയ്യുവാനല്ല ദൈവം കൽപ്പിക്കുന്നത്. എല്ലാം പ്രതികൂലമായി കിടക്കുമ്പോൾ നിൻ്റെ വാഗ്ദത്തം ക്ലെയിം ചെയ്യുക. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ നാവിൽ കൂടെ കടന്നു വരട്ടെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കാം. നാവിൽ കൂടെ കടന്നു വരട്ടെ, രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല. നാവിൽ കൂടെ കടന്നു വരട്ടെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നാവിൽ കൂടെ കടന്നു വരട്ടെ, ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നാവിൽ കൂടെ കടന്നു വരട്ടെ, ഞാൻ കടന്നിരുന്ന് ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. നാവിൽ കൂടെ കടന്നു വരട്ടെ, ഞാൻ കഴിക്കുന്ന ആഹാരം അനുഗ്രഹിക്കപ്പെടും. ഞാൻ കാണുന്നവർ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ട, എന്താ വേണ്ടെന്നറിയാമോ? ചുറ്റുപാടുകളെ നിർജീവത്വം കണ്ടുകൊണ്ടിരിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. നിർജീവത്വത്തിന് മധ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഏറ്റെടുക്കുക. അതൊരു വിളക്ക് പോലെ ഒന്ന് കാണുക. അത് മാത്രമാകട്ടെ നിന്റെ കാഴ്ചപ്പാട്. മറ്റെല്ലാം വിട്ടുകളയുക. ചുറ്റുപാടുമുള്ള ഇരുട്ടിനെ നീ വിട്ടുകളയുക. ഞാൻ ഓർപ്പിക്കട്ടെ, ഇരുട്ടുകൾ കാണുവാനായിട്ട് ഇടയേറ്റിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധ്യമല്ല. എന്നാൽ വാസ്തവമായിട്ട് അതിനകത്തെ വെളിച്ചം കാണുവാൻ സാധിക്കുമെങ്കിൽ ഇരുട്ട് അത്ഭുതകരമായ രീതിയിൽ മാറിപ്പോകും. അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. എന്നെയും നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എന്ത് നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട് അക്ഷരികമായിട്ട് നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവം ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ടല്ല അത് ചെയ്യുന്നത്. പിന്നെയോ ദൈവം തൻ്റെ വിശുദ്ധിയെ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ സുക്കോത്തിനെ വിഭാഗിക്കുകയും ഞാനത് ചെയ്യുവാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ മനസ്സിലാക്കണമേ, ദൈവം എന്നോട് അരുളി ചെയ്തു, ദൈവം എന്നോട് കൽപ്പിച്ചു, ഇത് നീ അനുഭവിക്കുവാൻ ദൈവം കൽപ്പിച്ചു, ഇതാണ് നിൻ്റെ അവസ്ഥയും ദൈവം കൽപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാട്ട് ഇതാണ് ഞാൻ അനുഭവിക്കുവാൻ പോകുന്നത്, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരുവാൻ പോകുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ അനുഗ്രഹത്തിൽ ശാപത്തിലേക്ക് വിടുമെന്നുള്ള ഒരു ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം എന്ന് പറയുന്ന ഐശ്വര്യത്തിൽ ദൈവം അനുഗ്രഹത്തെ വിളിച്ചിട്ട് ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഐശ്വര്യമായി അനുഗ്രഹത്തോടു കൂടെ ആകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, ഇതിൻ്റെ പിന്നിൽ നിന്ന് എന്നെയും നിങ്ങളുടെയും അനുഗ്രഹത്തെ തടയുവാൻ ലോകത്തിലൊരു ശക്തിക്ക് സാധ്യമല്ല എന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒന്ന് വേണം, ഈ നാളുകൾ വാഗ്ദത്തമെന്ന് ഏറ്റെടുക്കുക, വാഗ്ദത്തമെന്ന് ക്ലെയിം ചെയ്യുക. നാവിൽ കൂടെ ഒന്ന് കടന്നു വരട്ടെ, എൻ്റെ ദൈവമേ നീ വിശ്വസ്തനാണോ, ഞാനത് അനുഭവിക്കുവാൻ പോകുകയാണ്, ഞാൻ സൗഖ്യം പ്രാപിക്കുവാൻ പോകുകയാണ്, ദൈവത്തിൻ്റെ കരങ്ങൾ ഞാൻ അനുഭവിക്കുവാൻ പോകുകയാണ്. ഇന്നത്തെ എൻ്റെ ബുദ്ധിമുട്ടുകൾ പരിപൂർണമായി മാറ്റപ്പെടുവാൻ പോകുന്നു. ഇന്നത്തെ എൻ്റെ വേദന പരിപൂർണമായി മാറ്റപ്പെടുവാൻ പോകുന്നു. എനിക്ക് ഇന്നത്തെ വേദനയുള്ള പ്രശ്നമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞാൻ ഏറ്റെടുക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞാൻ ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളൊന്ന് പറഞ്ഞാട്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞാൻ ഏറ്റെടുക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞാൻ ഏറ്റെടുക്കുക. നിങ്ങളുടെ നാവിൽ കൂടെ വാഗ്ദത്തങ്ങൾ കടന്നു വരട്ടെ. മിണ്ടാതിരിക്കേണ്ട ഒരു നിമിഷങ്ങളല്ല ഈ നിമിഷങ്ങളിൽ. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ വാഗ്ദത്തം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഇസ്രായേൽ മക്കൾ യെരിഹോവിൻ്റെ കോട്ടയുടെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്തു. എന്താ ഒരു വാഗ്ദത്തം കണ്ടത്? ഈ യെരിഹോ മതിൽ ഇടിയുവാൻ പോകുകയാണ്, ഈ യെരിഹോ മതിൽ വീഴുവാൻ പോകുകയാണ്. യെരിഹോ
കോട്ടയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തോത്രം ചെയ്തു, ദൈവത്തിനെ സ്തുതിച്ചു, ദൈവത്തിന് മഹത്വപ്പെടുത്തി. എന്ത് സംഭവിച്ചു? സ്തുതികളുടെ അന്ത്യത്തിൽ ഈ എരിഹോ കോട്ട രണ്ട് വീഴുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന എരിഹോ കോട്ടയെ വീഴിക്കുവാൻ തക്കവണ്ണം എന്റെയും നിങ്ങളുടെയും നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം നാവിൽ കൂടെ ഏറ്റു പറയുമെങ്കിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന എരിഹോ കോട്ട വീഴും, എരിഹോ കോട്ട വീഴും. ഹല്ലേലൂയ. ദൈവമക്കളെ മനസ്സിലാക്കുക, ദൈവം തന്ന വാഗ്ദത്തം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം ശത്രുവിനെ പരാജയപ്പെടുത്തുകയാണോ? നമ്മുടെ കോട്ട, നമ്മുടെ മുൻപിലുള്ള കോട്ടയെ നാം വീഴിക്കുവാൻ ഇടയായിത്തീരുക. ഒന്നേ വേണ്ടു, ദൈവത്തിന്റെ വാഗ്ദത്തം ഏറ്റു പറഞ്ഞാട്ടോ, ദൈവത്തിന്റെ വാഗ്ദത്തം ഏറ്റു പറഞ്ഞാട്ടോ, ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്കൊന്ന് കടന്നു വന്നാട്ടോ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്കൊന്ന് കടന്നു വന്നാട്ടോ. ഈ നാളുകൾ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ആദ്യത്തെ പടിയിൽ നിൽക്കുവാനല്ല, ഈ നാളുകൾ അടുത്ത ലെവലിലേക്ക് എന്റെ ദൈവമേ ഞാൻ കടന്നു പോകട്ടെ. ദൈവത്തോട് പറഞ്ഞാട്ടോ, ഈ ദിവസങ്ങൾ ഞാൻ മുൻപോട്ട് കടന്നു പോകാൻ പോകുക, ഈ ദിവസം ഞാൻ മുൻപോട്ട്, യെസ് മൈ ഫാദർ, ഈ ദിവസം ഞാൻ മുൻപോട്ട് കടന്നു പോകാൻ പോകുക. ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇവിടെ വാദിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇവിടെ ഉണ്ട്. ജനം എല്ലാവരും ദൈവത്തെ അല്പ നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട.